അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുത്തോണികളെ എന്തെല്ലാവരും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഒരു ഇമ്പോർട്ടൻ്റ് വിഷയമാണ്, ആരും തട്ടിമാറ്റി പോയിരുന്നിട്ടാ. പിന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മഴക്കാലമാണ്. തോട്ടിലായാലും കായലിലായാലും പുഴയിലായാലും കിണറ്റിലായാലും കുളത്തിലായാലും ഒക്കെ നല്ല വെള്ളം കൂടി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മുടെ മക്കൾ സ്കൂളിൽ പോകുന്നുണ്ട്, മദ്രസയിൽ പോകുന്നുണ്ട്, മറ്റുള്ള മതപഠനങ്ങൾക്കൊക്കെ പോകുന്ന കുട്ടികളാണ്. നമ്മളെ മാതാപിതാക്കൾ നമ്മളെ മക്കളെ ശ്രദ്ധിക്കുക. ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു 3-4 ദിവസം മുന്നേ ഒരു കുട്ടി മരണപ്പെട്ട് കായലിൽ വീണിട്ട്, 10-14 വയസ്സായൊരു മോന്. അപ്പോൾ മക്കൾക്ക് ഇതറിയില്ല, മക്കൾ ബുദ്ധിയില്ലാത്ത കുട്ടികൾ, ചെറിയ കുട്ടികളല്ലേ. അപ്പോൾ നമ്മൾ മാതാപിതാക്കളും അനിയന്മാരും ജ്യേഷ്ഠന്മാരും ഒക്കെയാണ് നമ്മൾ ഈ മക്കളെ ശ്രദ്ധിക്കേണ്ടത്. മക്കൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ, സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് തോന്നും നമുക്കൊന്ന് ഇങ്ങനെ പാടത്തൊക്കെ ഒന്ന് പോയിട്ട് വരാം, ഒന്ന് നോക്കിയിട്ട് വരാമെന്ന്. പക്ഷെ നല്ല അടിയൊഴുക്കുണ്ടാവും വെള്ളത്തിന്. ഇപ്പോൾ കാരണം നല്ല മഴ പെയ്യുന്ന സമയമാണ്. അതേപോലെ തന്നെ ചണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മക്കൾക്ക് ഇതൊന്നും അറിയില്ല, മക്കൾ കുളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങും. പക്ഷെ അടിയൊഴുക്കാണെങ്കിൽ അങ്ങനെ പോവും, അല്ലെങ്കിൽ ചണ്ടി കാൽമ ചുറ്റിയിട്ട് അങ്ങനെ മക്കൾ പോവും. ഏതൊരു മാതാപിതാക്കൾക്കും മക്കൾ നഷ്ടപ്പെടുന്ന ആഗ്രഹം ഉണ്ടാവുമോ? അപ്പോൾ മക്കളെ ശ്രദ്ധിക്കൽ നമ്മളെ ബാധ്യതയാണ്. 10-15 വയസ്സ് വരെ മക്കളെ നോക്കിയുണ്ടാക്കിയിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മക്കൾ നഷ്ടപ്പെടുമെന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും താങ്ങാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ മക്കളെ നമ്മൾ എന്ത് ചെയ്യുക, നല്ലൊരു ശ്രദ്ധിച്ച് നോക്കി അവരോട് കഴിവിൻ്റെ പരമാവധി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. മക്കളെ തീരോടും വെള്ളത്തിനോടും നമുക്ക് കളിക്കാൻ പറ്റില്ല. പോയി കഴിഞ്ഞാൽ അല്ല ഞാൻ നമ്മളെന്ത് ചെയ്യാം, മക്കളെ നീന്തം പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. പക്ഷേ എന്നാലും നമ്മൾ മക്കളെ പറഞ്ഞേക്കാൻ പറ്റില്ല. ഒഴുക്കിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഇതൊരു കുട്ടി മാത്രമല്ല, ഒരു കുട്ടി അതിൽ വീണ് കഴിഞ്ഞാൽ അടുത്ത കുട്ടിയും കൂടി ചാടുകയാണ് അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കുട്ടിയും പോവുകയാണതിൽ. അപ്പോൾ എല്ലാവരുടെ ജീവനും വില തന്നെയാണ്. അപ്പോൾ നമ്മളെ മാതാപിതാക്കൾ ഈ മക്കളുടെ ശരീരം കാണുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര വിഷമകരമായ കാര്യമല്ലേ, എല്ലാവർക്കും അറിയണതല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ മക്കളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. മക്കൾ പോരുതിട്ടാ. നമ്മൾ സ്കൂളിലും അതിന് വേണ്ടിയൊരു പഠനവും കാര്യങ്ങളൊക്കെ നടത്താനുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നോക്കുക. ഇൻഷാ അല്ലാഹ് എന്തായാലും നിങ്ങൾ വീഡിയോ കാണുകയാണെന്ന് വെച്ചെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും ദുആ ചെയ്യുക. കാരണം എൻ്റെ അടുത്തുള്ള കുട്ടി മരണപ്പെട്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കടക്കം സഹിക്കാൻ പറ്റണില്ല. ആ വീട്ടുകാരുടെ അവസ്ഥ എന്താണ്? എന്തായാലും സമാധാനവും ക്ഷമയും കൊടുക്ക് റബ്ബേ എന്ന് ആത്മാർത്ഥമായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. ഇൻഷാ അല്ലാഹ്. എന്നാൽ ഓക്കെ, അസ്സലാമു അലൈക്കും.